ആരുമില്ല ഇവിടെ. ശൈലേച്ചി. അതാരാ? അത് അപ്പേട്ടനാണമ്മേ. അപ്പേട്ടാ, വന്ന കാലം നിൽക്കാതെ കയറിയിരിക്കേ. അപ്പു എന്താ അവിടെ കൊച്ചു വെളുപ്പാൻ കാലത്ത് തന്നെ? തമ്പുരു വിളിച്ചിട്ട് വന്നതാ ഞങ്ങള്. ആരായി ഞങ്ങള്? കൃഷ്ണൻ കടയിൽ പോയതാ, അവരിപ്പോ വരും. അപ്പൊ തമ്പുരു ഒന്നും പറഞ്ഞില്ല? ഇല്ല. കാര്യമായിട്ട് ഞങ്ങൾക്കും അറിയില്ല. എന്തായാലും ഉത്സവത്തിന്റെ എന്തോ കാര്യത്തിനാ. എടാ, അതിന് അവനെ എണീറ്റിട്ടില്ലടാ. അത് ശരി. വെളുപ്പിന് ഞങ്ങളുടെ ഉറക്കം കളഞ്ഞിട്ട് അവൻ പോത്തുപോലെ കയറി കിടന്നുറങ്ങണ. നീ ഇരിക്ക്, ഞാൻ വിളിക്കാവനെ. അതിന്റെ ആവശ്യമില്ല, ഞാൻ ചെന്ന് വിളിക്കാം. ശൈലേച്ചേ, ഒരെണ്ണം ഇങ്ങോട്ടെന്നും പറഞ്ഞ എഴുന്നള്ളിയായിരുന്നു, ഇവിടെ എത്തിയായിരുന്നോ? തമ്പുരുവിനെ കുത്തിപ്പൊക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അല്ലടാ, നീയൊക്കെ കാപ്പി കുടിച്ചായിരുന്നാ? ഇങ്ങനെയൊക്കെ ചോദിച്ചാ ഒരു തവണ കുടിച്ചായിരുന്നു. എന്നാലും ഞങ്ങൾ ഏതായാലും കഴിക്കാൻ പോകുന്നേ ഉള്ളൂ. എല്ലാവർക്കും കൂടെ കഴിക്കാം. ഓക്കെ, ഞാനെന്നാ അങ്ങോട്ടൊന്ന് ചെല്ലട്ടെ. തമ്പുരാനേ. എത്തിയാ പടക്കുതിര? പോടാ പന്നി. അവനെവിടെ? അവൻ ഫ്രഷ് ആവാൻ പോയി. ഇപ്പൊ പോയതേ ഉള്ളൂ? അതോ കുറച്ച് മുന്നേ പോയതാണോ? ഇപ്പൊ പോയതേ ഉള്ളൂ. എന്താ ഉദ്ദേശം? ഇവിടെ വല്ലതൊക്കെ കാണുകടാ. ബൈ ദ വേ, കഴിഞ്ഞ ആഴ്ച വന്നപ്പോ ഒരു സൺഗ്ലാസ് കിട്ടിയായിരുന്നു. സോ ഇപ്പോഴും വല്ലതൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. എങ്ങനെ? അങ്ങനെ. ഈശ്വര, കാര്യായിട്ട് വല്ലതും തടയണേ. തടഞ്ഞു. എന്താണ്ടാ? ഹേയ്, ഇവിടെ എന്തോ ഒരു പൊടിയാ. പൊടിക്ക് ഞാൻ ഇവിടെ ഒന്ന് തൂത്ത് തുടക്കാറില്ലേ? അമ്മ കാപ്പി എടുക്കാന്ന് പറഞ്ഞായിരുന്നു. എന്നാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ചെന്നാട്ടെ. കൃഷ്ണ, ഇട്ട് കഴിക്കടാ. മതി. ഇന്നത്തെ കൊള്ളതായി. തമ്പുരു, നീ പറഞ്ഞില്ലല്ലോ എന്തിനാ ഇപ്പൊ എല്ലാരും കൂടെ ചാടിത്തുള്ളി വെളുപ്പിനെ പോകുന്നത്? അത് ഉത്സവമൊക്കെ അടുത്ത് വരാറായല്ലോ. അപ്പൊ അതിലേക്കുള്ള സാധനങ്ങൾ നേരത്തെ അങ്ങ് വാങ്ങി വെക്കാന്ന് വിചാരിച്ച്. തമ്പുരു, നിങ്ങളിതിനെ ഇറങ്ങി തിരിക്കണ മുന്നേ അമ്മ ഒരു കാര്യം പറഞ്ഞുതരാം. ആർഭാടായിട്ട് ഉത്സവം നടത്തണ്ട. കഴിഞ്ഞ പ്രാവശ്യത്തൊന്നും നിങ്ങൾ മറന്നിട്ടില്ലല്ലോ. എല്ലാ അവസാനം നിങ്ങളൊക്കെ തന്നെ തലയിലങ്ങും വന്ന് വീഴണത്. ഇതെല്ലാവരും കൂടെ നടത്തേണ്ട ഒരു ഉത്സവമായിട്ട് നിങ്ങൾ മാത്രമാണ് പൈസ ഇറക്കണത്. അത്ര അലങ്കാരമോ ആർഭാടമോ ഒന്നും നമുക്ക് ആവശ്യമില്ല. ചെറിയ രീതിക്ക് നടത്തിയാൽ മതി. എല്ലാവരും കൂടെ നടത്തുന്ന ഒരു കാലം വരികയാണെങ്കിൽ അന്ന് നമുക്ക് ആർഭാടമൊക്കെ ആലോചിക്കാം. നിങ്ങൾക്ക് എടുത്താൽ പൊന്തുന്നത് ചെയ്താൽ മതി. വെറുതെ ഓരോന്ന് കാട്ടിക്കൂട്ടിട്ടുണ്ടല്ലോ, കടം വന്നിട്ട് അതും തലയിൽ വെച്ച് നടക്കാൻ വേണ്ടിയിട്ട്. അച്ഛൻ കേൾക്കണ്ട, ഇതൊന്നും ആയിരിക്കില്ല പിന്നത്തെ കഥ. എന്തും മുതിർന്ന ആൾക്കാരൊന്നും ഇതിന് കൂടാത്തത്? നിങ്ങൾ കുറച്ച് ചെറുപ്പക്കാർ മാത്രം നടത്തിയിട്ട് ഒരു കാര്യമില്ല. നിന്റെ അച്ഛൻ പോലും എന്തിനു കൂടാത്തത്? ഒന്ന് ആലോചിച്ച് നോക്കിയാണ്. ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് പൈസ ചിലവഴിക്കുന്നത്. അത് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ നിങ്ങൾ ഈ ആർഭാടം അലങ്കാരം കാണിച്ചു വെച്ചാലേ അവസാനം കടം വന്ന് മൂക്കുമ്പോഴേ നിങ്ങൾ മേപ്പെട്ട് നോക്കുള്ളൂ. അതുകൊണ്ട് അമ്മ പറയണ കേൾക്ക്, അലങ്കാരം ആർഭാടം നമുക്ക് വേണ്ട. ഡോൺ വെറി ശൈലേച്ചി, അവരെ ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താളാം. എൻ്റെ ചക്കൻ ഇങ്ങനെ വടക്കാവാൻ കാരണം ഈയൊക്കെ തന്നെയാണ്. അവനാകെ ഉള്ളത് ഈ തൊട്ടിക്കൂട്ടുകാരനും തോൽവയൽക്കാരനൊക്കെ ആയിട്ടുള്ള നീയൊക്കെ തന്നെയല്ലേ. കിട്ടാനുള്ളതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. എങ്കിൽ പിന്നെ അപ്പം മുട്ടൻ കയറ്റ്. നിങ്ങൾ എങ്ങനെയാ പോണത്? കാറിലാണോ അതോ ബൈക്കിലാ? എന്തേ? ഒരു ബൈക്കിൽ 3 പേരും കൂടെ പോവാണോ അതോ 2 ബൈക്കിൽ 3 പേര്? എന്നാലേ കോളേജിന്റെ ഫ്രണ്ടിൽ എന്നെ അങ്ങ് ഇറക്കി തന്നാ മതിയേ. ശരി. തുമ്പി, ടൈമായി. നീ എവിടെയാണ്? ഡേഡി, ഞാൻ വരുവാ. എവിടെയായിരുന്നു പെണ്ണേ നീ? ടൈമായി, തുടങ്ങാം. തുടങ്ങാം. സുന്ദരതര ജീരാ കതര ഹര സുന്ദരതര ജീരാ കതര ഹര ഗംഗാ
അസലായി പാടി. ആ, കുട്ടേട്ടനെപ്പോ എത്തി? പാട്ട് തുടങ്ങിയപ്പോഴേ ഞാനിവിടെ ഉണ്ട്. എന്നിട്ടെന്താ കുട്ടേട്ടൻ എന്നെ വിളിക്കാതിരുന്നേ? പാട്ട് മുടക്കണ്ടെന്ന് കരുതി. അതിങ്ങനെ കേട്ടോണ്ടിരിക്കാൻ ഒരു രസാ. ആ, എന്തിനാ, എന്തേലും പറയാനായിട്ട് വന്നതാണോ? ആ, കുറച്ച് സംസാരിക്കണം. മറ്റൊന്നുമല്ല, ഉത്സവത്തിന്റെ കാര്യാ. ആ, ഇനി എവിടെയാ ഉത്സവം? കൈപ്പനാകുളങ്ങര ക്ഷേത്രത്തില് ബുക്ക് ചെയ്തിരുന്നത് അവര് മുടക്കി. അയ്യോ, അതെന്തു പറ്റി? നമുക്ക് പകരക്കാരായി വേറെ ആരോ വന്നെന്ന്. എന്തു ചെയ്യാനാ, ക്ഷണിച്ചാലല്ലേ പോവാൻ പറ്റൂ. എന്നാ ശരി, ഞാൻ ഇറങ്ങുവാ. തുമ്പി, നീ എന്തേ ആലോചിക്കുന്നേ? നമ്മുടെ പ്രോഗ്രാമിനെ കുറിച്ചാണോ? എടി പോട്ടെടി, പോകുന്നതൊക്കെ പോട്ടെ. എന്നാലും കഴിഞ്ഞ വർഷം വരെ എന്തായിരുന്നല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ സമയമില്ലായിരുന്നു. പരിപാടിയോട് പരിപാടിയായിരുന്നു. ഇപ്പോൾ ആരും വിളിക്കണില്ല. ഈ നാട്ടുകാരുത്തൻ്റെയോട് ഓരോ പരദൂഷണം പറഞ്ഞുണ്ടാക്കിയിട്ടാണത്. ആ, എന്തായാലും ആവട്ടെ, നമ്മളെ എവിടെയെങ്കിലും ക്ഷണിച്ചാൽ അവിടെ പോന്നു ചെയ്യുന്നു വരുന്നു. അല്ലാതെ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലല്ലോ. ശരിയാ. എടാ തമ്പുരു, രമണി ചേച്ചിയുടെ വീട്ടിൽ വെച്ചിട്ട് നീ എന്തോ പറഞ്ഞില്ലേ, എന്തോ കാര്യം പറയാനുണ്ട്, പിന്നെ പറയാന്നൊക്കെ. ആ, പാപ്പൻ വിളിച്ചായിരുന്നു ഇന്നലെ. ഇത്തവണ ഉത്സവത്തിന് പാപ്പനും കൂടെ കാണും. ഹോ, സമാധാനം. എങ്ങനെ ഞാൻ നിൻ്റെ അച്ഛൻ്റെ മുഖത്ത് നോക്കുന്ന ആലോചിച്ചിരിക്കായിരുന്നു. നീ എന്തിനാണ് ഇവൻ്റെ അച്ഛൻ്റെ മുഖത്ത് നോക്കിയിരിക്കണത്? എടാ അതല്ല, ഉത്സവം സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ 24 മണിക്കൂറും നമുക്ക് ഇവൻ്റെ വീട്ടിൽ കയറി ഇറങ്ങാനേ സമയം ഉണ്ടാവും. ആ സമയത്ത് ഇവൻ്റെ അച്ഛൻ്റെ മോന്തിങ്ങനെ നോക്കിയിരിക്കുക. അതാണെങ്കിൽ 1.5 കൊട്ട ഉണ്ടാവും. അത് നോക്കിയിരുന്നാൽ തന്നെ മനുഷ്യൻ്റെ സകലം മുടുമ്പോൾ. നീ എന്തിനാ നോക്കിയിരിക്കണത്? ഞാനൊന്നും നോക്കാനേ പോവില്ല. പിന്നെ ഇത് മുന്നിൽ തന്നെ വന്നിരുന്ന ആരും നോക്കി പോവില്ലേ? നിങ്ങളൊന്ന് നിർത്തിയാടാ. എടാ, കവലയിലൊരു സംസാരമുണ്ട്. ഇത്തവണ ആന കാണില്ല ഉത്സവത്തിനൊന്നും. ആ, അവന്മാർ പലതും പറയും. അല്ലടാ, അവർ വിട്ടു തന്നില്ലെങ്കിലോ? എടാ, നമ്മളല്ലേ ക്യാഷ് ഇറക്കിയിട്ട് പരിപാടി നടത്തണത്. അപ്പം നമ്മൾ തീരുമാനിക്കും എന്ത് ചെയ്യണോ ചെയ്യണ്ടെന്ന്. എടാ, പറയണ കൂട്ടത്തിൽ നിൻ്റെ അച്ഛനും ഉണ്ടായിരുന്നു. അച്ഛൻ അങ്ങനെ പലതും പറയും. നിങ്ങളാരും ഒന്നും പറയാൻ നിൽക്കണ്ട. എടാ, ആനയില്ലാതെ എന്ത് ഉത്സവാടാ? അത് ശരിയാ. ഞാൻ പാപ്പൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. പാപ്പൻ എന്തെങ്കിലും വഴി കാണാതിരിക്കില്ല. ഹലോ, എന്താടി വന്നോ? ആ ശരി, ഞങ്ങളങ്ങോട്ട് വരാം. ഓക്കെ ഓക്കെ ഓക്കെ. എന്താടാ, പാപ്പൻ വന്നു? ആഹാ, നമ്മളോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാ പോവാം. പാപ്പ, എൻ്റെ തമ്പുരു, എന്താ ഞാൻ ഈ കാണുന്ന ബോഡിയൊക്കെ സെറ്റായില്ല. അതിൻ്റെ പൊന്നു പാപ്പ, കണ്ണ് വെക്കാതെ. ഞാൻ രാവും പകലുമില്ലാതെ വർക്കൗട്ട് ചെയ്തുണ്ടാക്കിയ ബോഡിയാണിത്, മനസ്സിലായ? ഓ, കൊള്ളാൻ എന്തായാലും. എടാ, നിങ്ങൾ രണ്ടും എന്താടാ നായി തൊട്ട കലം പോലെ ദൂരെ പോയി നിൽക്കണത്? ബാലേട്ടാ, നിങ്ങളിനി എന്നാ പോകുന്നത്? പോകാനൊക്കെ സമയം കെടുക്കല്ലേടാ, നമുക്ക് ഉത്സവം കളറാക്കണ്ടേ? പിന്നെ അല്ലേ. പാപ്പ, അച്ഛനെ കണ്ടോ? കണ്ടു. നീ ഇപ്പോഴും മിണ്ടാറില്ലടാ? ഇല്ല, ഞാൻ പറഞ്ഞിട്ടില്ലടാ നിന്നോട്. പാപ്പ, നമുക്ക് പിന്നെ സംസാരിക്കാം. തമ്പുരു, എന്നാൽ ഞങ്ങൾ ഇറങ്ങാണേ ബാലേട്ടാ. എടാ, എന്ത് പോക്കൊക്കെ കഴിച്ചിട്ട് പോവാം. ഇല്ല, ഞങ്ങൾ ഇറങ്ങട്ടെ. ചേച്ചി, ഇവന്മാരിവിടെ നിന്നൊന്നും കഴിക്കാറില്ലേ? പിന്നെ 24 മണിക്കൂറിൽ 22 മണിക്കൂർ ഇവിടെ തന്നെയാണ്. ആ, പിന്നെ എന്താടാ പ്രശ്നം? ഞാൻ ഉള്ളതുകൊണ്ടാണോ? ഓ, എൻ്റെ പൊന്നു ബാലേട്ടാ, ഒന്നുമില്ല, ഞങ്ങൾ കഴിച്ചിട്ടേ പോണുള്ളൂ. ആ, അങ്ങനെ. എങ്കിൽ വാ, ഞാൻ ചോദിക്കട്ടെ. പിന്നെ പ്രോഗ്രാമിൻ്റെ ഒക്കെ കാര്യത്തിൽ എന്താ തീരുമാനമായ? എടാ, എല്ലാ തവണ ഇവിടെ നാടകമല്ലേ ഉണ്ടാവണത് ലാസ്റ്റ് ദിവസം? അതെ, നമുക്കത് മാറ്റിപ്പിടിച്ച് ഡാൻസ് ആക്കിയാലോ തവണ? ഡാൻസോ? അതൊക്കെ ഇവിടെയുള്ള ആൾക്കാർക്ക് ദഹിക്കുമോ? വേണമെങ്കിൽ ദഹിച്ചാൽ മതി. പിന്നെ ഞാൻ പറഞ്ഞത് സിനിമാറ്റിക് ഡാൻസ് അല്ല, ക്ലാസിക്കൽ ടൈപ്പ് ഓഫ്. അത് നൈസാവും. പിന്നെ എന്താ, അതിന് പറ്റിയ ടീംസിനെ ഇറക്കണമെന്നേ ഉള്ളൂ. അതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ ടെൻഷൻ ആവണ്ട, എൻ്റെ കയ്യിൽ അതിന് പറ്റിയ ടീംസൊക്കെ ഉണ്ട്. എങ്കിൽ പിന്നെ പാപ്പൻ അത് സെറ്റാക്ക്. പിന്നെ ഫുഡിൻ്റെ കാര്യം എങ്ങനെയാ ബാലേട്ടാ? ദീപക്കിന് തന്നെ കൊടുക്കല്ലേ? ആ, അവൻ്റെ ഫുഡ് അടിപൊളിയാണല്ലോ, അവൻ തന്നെ ചെയ്യട്ടെ. പിന്നെ ബാലേട്ടാ, ലൈറ്റ് ആൻഡ് സൗണ്ട് ശ്രീജിത്താണെന്ന് ഏറ്റിട്ടുണ്ട്. ഇനി എന്തേലുമൊക്കെ ഉണ്ടടാ നമ്മൾ തീരുമാനിക്കാത്തത്? അവസാനം വെച്ച് ഒന്നുമില്ലാത്ത അവസ്ഥ ആവരുത് പാപ്പാ. പിന്നെ ആന, അതിനെക്കുറിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, അത് ഞാൻ സെറ്റാക്കി കഴിഞ്ഞതാ. ഇനിയിപ്പോൾ ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഞങ്ങൾ പോട്ടെ, ടൈം ഒരുപാടായി. ഇതാടാ, ഈ കട്ടനും കൂടെ കുടിച്ചിട്ട് പോ. ഈ നട്ടപ്പാതിരൊക്കെ കാണാമ്മ കട്ടൻ. ഒരുപാട് സംസാരിച്ചിരുന്നതല്ലേ, ഇത് കുടിക്ക്. ഉണ്ണിമോളെ, അതെവിടെ? ഇതാ വരുന്നേ. അച്ചപ്പവും മുറുക്കൊക്കെ ഉണ്ടല്ലോ. കേറ്റ്. അമ്മ, ഏട്ടൻ പോയോ? അവൻ പോയി. എന്തേ? അല്ല, എനിക്കും കൂടെ അവരുടെ കൂടെ പോയാൽ മതിയായിരുന്നു. ഇതിപ്പോൾ ഞാൻ ബസ്സിൽ പോണ്ടേ? നീ ആദ്യം ബസ്സിലല്ലേ പോയിക്കൊണ്ടുണ്ടായത്, പിന്നെ ഇപ്പം എന്താ? എൻ്റെ പൊന്നമ്മ, എന്തൊരു തിക്കും തിരക്കാണെന്നറിയോ ബസ്സിൽ. നീ ചെല്ലാൻ നോക്ക്.
അല്ലെങ്കിൽ ഞാനിന്ന് പോവാതിരുന്നാലോ? നീ ഇവിടെ പോവാതിരുന്നിട്ട് ഇവിടെ വല്ല കാര്യവും വേണ്ടേ? വെറുതെ എന്തിനാ ക്ലാസ് മുടക്കണത്? പോയിക്കോ. അമ്മ പ്ലീസ്, എന്തായാലും ഇനി നാളെ തൊട്ട് ഞാൻ ലീവാണല്ലോ. അപ്പം പിന്നെ അത് കുറച്ച് നേരത്തെ ആയെന്ന് വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ലല്ലോ. എന്തായാലും കാണിക്കുന്നേ. താങ്ക് യു അമ്മ. ശൈലേ, ആ എന്താട്ടാ? എവിടെ നിന്റെ മോൻ? അവൻ അമ്പലത്തിൽ പോയി. എന്താ? അവന്റെ അഹങ്കാരം നിർത്താൻ പറഞ്ഞേക്ക്, അല്ലെങ്കിൽ നാട്ടുകാരെ കയ്യിൽ നിന്ന് അടി വാങ്ങും അവൻ. അമ്മ, ഈ അച്ഛനിതെന്താ? നിനക്കെന്താടി, ഇന്ന് സ്കൂളില്ലേ? സ്കൂളല്ല, കോളേജ്. എന്നെ നീ പഠിപ്പിക്കണ്ട. ഓ എന്താടി ഇന്ന് പോവാതിരുന്നേ? ഒന്നുമില്ല, വെറുതെ. അല്ലെങ്കിൽ തന്നെ നീയൊക്കെ പഠിച്ചിട്ട് എന്തിനാ? അമ്മേ, ഞാൻ നിങ്ങളുടെ ഹസ്ബൻഡിനുണ്ടല്ലോ. ഞാൻ റൂമിൽ പോവാം അമ്മ, ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. എടാ അപ്പു. ആ ബാലേട്ടാ, തമ്പൂരി എവിടെ? അവൻ ശ്രീജിത്തിനെ കാണാൻ പോയി ഈ ലൈറ്റിൻ്റെ കാര്യം സെറ്റാക്കാനേ. ആ, അവൻ വന്നാലേ വീട്ടിലേക്കൊന്ന് വരാൻ പറ. ആ ശരി. എടാ നീ ഇതെവിടെ പോയതായിരുന്നു? ഞാൻ തൊഴാൻ പോയതാ. എന്താ പാപ്പ? ഒന്നുമില്ല, നീ കാര്യങ്ങളൊക്കെ നോക്ക്. ഞാൻ നിഖിലിനെ കണ്ടിട്ട് വരാം, അവൻ വന്നിട്ടുണ്ട്. ആണോ? ആ ശരി. ആ തമ്പുരു, പിന്നെ ആ പ്രോഗ്രാമിൻ്റെ പിള്ളേർ ഇപ്പോൾ എത്തും. ആ ചക്കിത്തള്ളയുടെ വാടക വീടാണ് അവർക്ക് കൊടുത്തിട്ടുള്ളത്. ആ, അപ്പോൾ അവർ വന്നാൽ നിങ്ങൾ ആരെങ്കിലും ഒന്ന് ചെന്ന് കീ കൊടുക്കണം. ആ ഓക്കെ ഓക്കെ. എടാ തമ്പുരു. ആ എന്താടാ, ഒന്നിങ്ങോട്ട് വന്നേ. അതെ, ഈ ആൽമരത്തിൻ്റെ അവിടെ എങ്ങനെയാ ലൈറ്റ്? ആ ചെറിയ ബൾബ് ഉണ്ടല്ലോടാ, മാല മാല പോലെയില്ല, അത് കൊടുത്താൽ മതി. ആ അതല്ലേടാ നല്ലത്. അപ്പോൾ ആടാ അത് മതി. എല്ലാവരും തൊഴുതില്ലേ? ആ പാലാട്ടാ, എന്നാൽ നമുക്ക് നിലവിളക്കെടുത്താലോ? എന്താ തമ്പുരു? ആ മുന്നിൽ തന്നെ ഇരിപ്പുണ്ടല്ലോടാ നിന്റെ അച്ഛൻ. മൈൻഡ് ചെയ്യണ്ട. തമ്പുരു, അച്ഛനോട് അനുവാദം ചോദിച്ച് അനുഗ്രഹം വാങ്ങ. പാപ്പ ചോദിക്ക്. എടാ നീ. ബാല, അവർ രണ്ടുപേരും സംസാരിച്ചാൽ ശരിയാവില്ല. നല്ലൊരു കാര്യത്തിന് പോകുമ്പോൾ എന്തിനാ വെറുതെ വഴക്കൂടുന്നത്? ഞാൻ ചോദിക്കാം. ഏട്ടാ, ഞങ്ങൾ നിലവിളക്ക് കൊണ്ടുപോവുക. നീയും കൂടിയല്ലേ അവന്റെ കൂടെ? ബാല, നീ ഒന്നും പറയാൻ നിൽക്കണ്ട, വയ്ക്കോ. ആരെയും പ്രത്യേകം ക്ഷണിക്കുന്നൊന്നുമില്ല. അമ്പലത്തിലെ ഉത്സവമാണ്, ആർക്ക് വേണേലും വരാം. പിന്നെ ചുമ്മാ വന്ന് അവിടെ വെച്ച് അടിയുണ്ടാക്കാനാണ് പരിപാടിയെങ്കിൽ വരണമെന്നില്ല. എന്നിട്ടും വന്ന് അടിയുണ്ടാക്കിയാൽ ഈ തമ്പുരുവിൻ്റെ വേറെ മുഖമായിരിക്കും കാണുന്നത്. വാടാ തമ്പുരു, നീ പ്രോഗ്രാമിൻ്റെ പോസ്റ്റ് കണ്ടോ? ഇല്ല. എടാ അടിപൊളിയാക്കി ചെയ്തിട്ടുണ്ട്, ബാലേട്ട സൂപ്പർ തന്നെ. പിന്നെ 2 പോസ്റ്റും കൂടെ വെക്കാനുണ്ടെന്ന് പറഞ്ഞായിരുന്നു. ആരെങ്കിലും വന്നാൽ നമുക്കൊന്ന് വെക്കാം. നിങ്ങൾ ചെല്ല്, ഞാനൊരു കോൾ ചെയ്തിട്ട് വരാം. ശരി. എത്ര കണ്ടാലും മതി വരില്ല എടി, ഒന്ന് പെട്ടെന്ന് വാ. എടി നിക്കടി. ചന്തം തുമ്പി. ആ, പിന്നിൽ നിന്നെന്റെ ആഹാ, കണ്ണു ദേ ഇത് നോക്കിയടി, കുപ്പിവള. ഹായ്. പൊത്തുന്നു ഞാൻ. തമ്പുരു, പോസ്റ്റ് ഞങ്ങൾ സെറ്റാക്കിയിട്ടുണ്ട്, നീ വന്ന് നോക്കിക്കേ. ഇത് അവള്. രണ്ടോടും ചേരാതെ പൊന്നേരം തലൈ സായാതെ വിഴി മൂടാതെ ഓ, അപ്പൊ നർത്തകിയാണ്. പിന്നെ നർത്തകി അല്ലാതെ സിംഗർ വന്നിട്ട് നൃത്തം ചെയ്യൂ? അനന്യ തുമ്പി. ഇനി ഡബിളാണോ? എന്ത് ഡബിളാണോന്ന്? ഒന്നുമില്ല, നിനക്ക് വല്ല പണിയുണ്ടെങ്കിൽ നീ അത് പോയി ചെയ്യടാ. ഇതെന്ത് കഥ? വെറുതെ നിൽക്കണ എൻ്റെ മെക്കിട്ട് കയറണ. ദേവരന് നമ്മുടെ ലൈറ്റ് ആൻഡ് സൗണ്ട് ശ്രീജിത്ത് എല്ലാം സെറ്റല്ലേ? ആടാ സെറ്റാണ്. തുമ്പി, ഇവിടെ വന്ന് നിക്കി. ഇവിടെ നിന്ന് ഫുഡ് കിട്ടായിരിക്കും. അതേതാണ് 2 ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. എടാ അതാണ് ആ പ്രോഗ്രാമിൻ്റെ പിള്ളേർ. ഓ എടാ, നിങ്ങൾ ചെന്ന് അവർക്ക് ഫുഡ് വാങ്ങിക്കൊടുക്ക്. ഹലോ, നിങ്ങൾ ഈ പ്രോഗ്രാമിൻ്റെ പിള്ളേരല്ലേ? അതെ. ആ, നിങ്ങളവിടെ പോയിരുന്നോ, ഞങ്ങൾ വാങ്ങിത്തരാം. ശരിക്കും? ആ, അവിടെ പോയിരുന്നോ? താങ്ക് യു ഏട്ടന്മാരെ. നല്ല ഏട്ടന്മാരല്ലേ? നമ്മുടെ അവിടെ ഉണ്ട് കുറെ കോട്ടന്മാര്. വാ, നമുക്ക് ഇവിടെ ഇരിക്കാം.
കുട്ടി തുമ്പി അങ്ങോട്ട് നോക്ക്, എന്ത് ഗ്ലാമറായി ഏട്ടനെ കാണാൻ. നീ ചുമ്മാതിരിക്കും. കാണാതെ ഞാൻ ഇன்று നാനില്ലേ വിതയില്ലാമൽ വേറില്ലയേ. ഓയ് ഇതാ നിങ്ങൾക്കുള്ള ഫുഡ്. താങ്ക് യു ഏട്ടാ. ഞങ്ങളവിടെ നിൽക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പോഴൊന്നും കിട്ടില്ലായിരുന്നു. ആ എന്താ നിങ്ങളുടെ പേര്? ഞാൻ നന്ദു, ഇവള് തുമ്പി. ഈ തുമ്പിയാണപ്പൊ മെയിൻ അല്ലേ? അതെ, അല്ല അപ്പൊ ഈ പോസ്റ്ററിൽ ഉണ്ടായിരുന്നത് ഈ കുട്ടി തന്നെയാണടാ? അത് ഇവള് തന്നെയാ. അപ്പൊ അതില് പേര് അനന്യാന്നാണല്ലോ. ആ അനന്യാന്ന റിയൽ നെയിം. ബട്ട് ഇവള് ഇഷ്ടമുള്ളവരൊക്കെ തുമ്പി എന്നാ വിളിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളും തുമ്പി എന്ന് വിളിച്ചോ. ഏട്ടാ ആ ഇതാരാ? നീ അത് ചോദിക്കാൻ വന്നതാ? പറയേട്ടാ ഇതാരാ? ഇവരാ ഡാൻസ് ചെയ്യുന്നത്. ആ അത് ഇവരാണല്ലേ. പോസ്റ്ററിൽ കണ്ടിട്ട് മനസ്സിലാവില്ല. നിങ്ങൾ എപ്പോഴാ വന്നേ? ഞങ്ങൾ ഇന്നലെ വന്നോ? എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. എല്ലാം നീ അറിയണമെന്നുണ്ടോടി? അതിനങ്ങോട്ടൊന്നും ചോദിച്ചില്ലല്ലോ. ഹൈ, ഞാൻ ഉണ്ണിമോള്. ഞാൻ നന്ദു, ഇവള് തുമ്പി. അല്ല ഈ തുമ്പി ഒന്നും സംസാരിക്കില്ലേ? അവൾക്കുള്ള കൂടെ നീയാണല്ലോ സംസാരിക്കുന്നത്. ആ അവള് സ്ട്രേഞ്ചേഴ്സിന്റെ അടുത്ത് സംസാരിക്കില്ല. പക്ഷെ ഞാനാണെങ്കിൽ അധികം സംസാരിക്കും. ആ അത് കേട്ടപ്പോഴേ തോന്നി. നിങ്ങളുടെയൊക്കെ പേര്? അത് ഞാൻ പറയാം. ഇത് അപ്പുവേട്ടൻ, ഇത് കൃഷ്ണേട്ടൻ, ഇത് ശ്രീജിത്തേട്ടൻ. അപ്പോ അത് അയ്യോ അത് മറന്നു. അത് തമ്പുരുവേട്ടൻ, എൻ്റെ ഏട്ടനാ. സ്വന്തം ഏട്ടനാണോ? ആ തമ്പുരു, നല്ല വെറൈറ്റി നെയിമാണല്ലോ. അതെ. ഹലോ എന്താ അമ്മ? ആ ഓക്കെ ഞാൻ വരാം. എടാ ഞാൻ ഒന്ന് വീട്ടിൽ പോയിട്ട് വരാം. എടി ഉണ്ണി നീ ഇപ്പം അങ്ങനെ വരുന്നുണ്ടോ? ഇല്ല, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വന്നോളാം. ശരി. പിന്നെ ഈ ഡാൻസ് ചെയ്യാൻ നിങ്ങൾ രണ്ടും മാത്രമേ ഉള്ളൂ? ഞാനില്ല, തുമ്പി മാത്രമേ ഉള്ളൂ. ആണോ? അപ്പം നിങ്ങൾ എവിടെ താമസിക്കുന്നത്? ഇതാ അവിടെ തൊട്ടടുത്തൊരു വീടില്ലേ? എടി ചക്കിത്തള്ളയുടെ വീട്ടിലാടി. ഓ അവിടെയാണല്ലേ. പിന്നെ എന്തിനാ നിങ്ങൾ ഇങ്ങോട്ട് വന്നേ? അത് ശരി, ഇത് നിന്റെ പൂര പറമ്പാ, അവർക്കെന്ത് ഇങ്ങോട്ട് വരാൻ പാടില്ലേ? അങ്ങനെയല്ല, ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നതാ. എന്നിട്ട് കഴിച്ചോ? എന്നാ നമുക്കിവിടെയൊക്കെ ചുറ്റി കണ്ടാലോ? ഡിഡി ആ പിള്ളേർക്ക് കുറച്ച് മനസ്സമാധാനം കൊടുക്ക്. നീ പോടാ പോട്ടാ. അമ്മ, ആ ഇതാരൊക്കെയാ? ഉത്സവത്തിൻ്റെ പ്രോഗ്രാമിന് വന്നത് ഇവരാ? ആ വാ മക്കളെ കയറ്. ഇരിക്കും മക്കളെ, അമ്മ ചായ എടുക്കാം. അമ്മ ചായ വേണ്ട, ജ്യൂസ് മതി. പിന്നെ അമ്മ ഏട്ടൻ എവിടെ? പാപ്പൻ്റെ കൂടെ ഇപ്പം എങ്ങോട്ടോ പോയി. ആ നിങ്ങൾ വാ, ഏട്ടൻ്റെ റൂം കാണിച്ചു തരാം. അവിടെയാണ് കാണാനുള്ളത്. ഞങ്ങളുടെ വീട്ടിലെ കാഴ്ച ബ്ലങ്കാവല്ല ബംഗ്ലാവാ. ആ അതെൻ്റെ ഏട്ടൻ്റെ റൂമാ, ഞാൻ കാണിച്ചു തരാം. വാവ്, ഇതെന്താ ഇത്, ലൈബ്രറിയോ? ആ തുമ്പിക്കുള്ളതായി. അതെന്താ? ഇവള് പുസ്തകപ്പുഴാണെന്നേ. ഇനിയിപ്പോ പോകുന്നത് വരെ അതുമായി നോക്കി നിന്നോടും. എനിക്കാണെ ഇഷ്ടവേ അല്ല ഈ വഹ സാധനങ്ങള്. എനിക്കും. ചേലിൽ നുണക്കൊഴിയെന്ന് നല്ല പൂ പോലൊന്നു വിരിഞ്ഞ് നാണിച്ചു കണ്ണടച്ച് കാട്ടുമൈനയൻ കൂട്ടിലൊളിച്ച് കൊഞ്ചി കൊഞ്ചി പുഞ്ചിരിച്ചു വരുന്നോരോ സുന്ദരി പൈങ്കിളിയേ പൊന്നേ. നീ എന്താ ഇവിടെ? ഞാൻ മാത്രല്ല, അവരും. ആര്? ഇവിടെ ഉണ്ടായിരുന്നു. എന്താ മോളെ നിനക്ക് വയ്യേ? അയ്യോ ഏട്ടൻ. എന്താടി നിനക്ക് ഇവിടെ പരിപാടി? ഹേയ്, ഞാൻ ഇവർക്ക് റൂം കാണിച്ചു കൊടുക്കാൻ. ഇതെന്താ കാഴ്ച ബംഗ്ലാവോ? വരുന്നവരും പോകുന്നവരൊക്കെ ഈ റൂമിൽ കൊണ്ടുവന്ന് കയറ്റാൻ? ഓ ഇങ്ങനൊരു സാധനം. നിങ്ങൾ വന്നേ, നമുക്ക് താഴോട്ട് പോവാം. എന്താ ഈ ബുക്കും കൊണ്ട് എങ്ങോട്ടാ? താഴെ വായിക്കാനെടുത്തതാ. ഇതൊക്കെ എൻ്റെ തിങ്സാ. ഇതൊന്നും എൻ്റെ റൂം വിട്ട് പുറത്ത് പോകുന്നത് എനിക്കിഷ്ടമല്ല. സോ ഇവിടെ നിന്ന് വായിച്ചോ. നീ വായിക്കാനെടുത്തതല്ലേ? എങ്കിൽ ഇവിടെ ഇരുന്ന് വായിച്ചോ. വായിച്ചു തീർന്നിട്ട് കിട്ടിയ സ്ഥലത്ത് തന്നെ വെച്ചിട്ട് പോയിക്കോ. വേണ്ട, ഞാൻ പിന്നെ വായിക്കാം. ഇത് ഇങ്ങനെ ഇടിച്ച പൊട്ടുമല്ലോ. ഇങ്ങനെ ഇടിച്ച പൊട്ടിപ്പോവും.
എന്താ പാപ്പ ഭയങ്കര കത്തിവെപ്പാണല്ലോ. ആ എടാ നീ ഇവരെ കണ്ടില്ലേ? ആ കണ്ടു. ബാല, നീ നിന്റെ ജോലി വല്ല നോക്ക്. അവൻ്റെ ഈ മൂരാറ്റി സ്വഭാവം മാറും നിനക്ക് തോന്നുന്നുണ്ടോ? വീട്ടിൽ ആരെങ്കിലും വന്ന നേരെ വണ്ണം അവൻ മിണ്ടാറുണ്ടോ? എങ്കിൽ ഞങ്ങൾ ഇറങ്ങട്ടെ. ഉണ്ണിമോളിപ്പോൾ വരുന്നുണ്ടോ? ഞാനൊന്ന് കുളിച്ചിട്ടൊക്കെ വരാം. ആ ശരി. തമ്പുരു, നീ ഏതായാലും അങ്ങ് പോകുന്നതല്ലേ, അവരെയും കൂടെ കൊണ്ടുപോയിക്കടാ. വേണ്ടമ്മ, ഞങ്ങൾ നടന്നു പോയിക്കോളാം. അവനെ കണ്ടപ്പോഴേ പിള്ളേർ പേടിച്ചെന്ന് തോന്നണേ. തുമ്പി, നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നാളെയല്ലേ? ആ, ഞാനൊന്ന് പോയിട്ട് റെഡി ആയിട്ട് വരാം. ഞാനാ? എന്താ? എന്നെ കാണുമ്പോ മാത്രമാണോ ഇതിങ്ങനെ കിടന്നിരിക്കുന്നത്? എനിക്ക് പോണം. അവിടെ നിക്കേ. എന്താ? ഓ, നിന്നെ ഇങ്ങനെ കാണുമ്പോ കടിച്ച് തിന്നാൻ തോന്നുക. എനിക്ക് പോണം. നിക്കേ, നിനക്ക് ബുക്ക് വേണ്ടേ? നീ ഒന്നും വായിച്ചില്ലല്ലോ. ഞാൻ വായിച്ചിട്ട് പോകുന്നതിന് മുന്നേ തിരിച്ചു വരാം. എനിക്ക് വേണ്ട, നീ വെച്ചോ. ഇനി ഞാൻ പോയിക്കോട്ടെ? പോണോ? எனக்கென யாரும் இல்லை, ஏன் இதை செய்தார், துணையென யாருமே இல்லை. തമ്പുരു, എന്താ അമ്മ? നാളെ അമ്മായി വരുന്നുണ്ട്. നീ അവരൊന്ന് കൂട്ടാൻ പോവോ? എപ്പോഴാ? അവര് വൈകിട്ടാകുമ്പോഴേ എത്തൂ. അയ്യോ അമ്മ, എനിക്ക് കുറച്ച് പരിപാടി ഉണ്ട് വൈകിട്ട്. സാരമില്ല ചേച്ചി, ഞാൻ പോയിക്കോളാം. ആണോ? എടാ വാട തമ്പുരു, നിനക്ക് ചോറ് വേണ്ടേ? വേണ്ട അമ്മ, ഞാൻ പുറത്തുനിന്ന് കഴിച്ചു. അപ്പം നിങ്ങൾക്കൊക്കെ വേണ്ടിയല്ലേ ഞാൻ ഇവിടെ വെച്ചുണ്ടാക്കണത്? എല്ലാം പുറത്തുനിന്ന് പോയി കഴിച്ചിട്ട് വരും. അപ്പം ബാല, നീയോ? ഇല്ല ചേച്ചി, ഞാൻ കഴിച്ചിട്ടില്ല. ആങ്കി വാ, ഞാൻ ചോറ് എടുത്തു തരാം. എന്നും ഒരു പറ ചോറ് കൊണ്ട് കൊട്ടും ഞാൻ. ഓരോരോ വൃത്തികെട്ട ശീലങ്ങൾ. ഇത് തന്നെ തുടരാനാ ഭാവമെങ്കിലേ പിന്നെ ഇവിടുന്ന് പച്ചവെള്ളം കിട്ടുമെന്ന് ആരും വിചാരിക്കണ്ട. നീ ഇതങ്ങോട്ടോ ഒരുങ്ങിക്കെട്ടി പോണത്? ഞാൻ അമ്പലത്തിലോട്ട്. ഓ, ഉത്സവമായ പിന്നെ അവൾ അവിടെ തന്നെയാണ് 24 മണിക്കൂറും. അല്ലെങ്കിൽ അവിടെ കാലുകൂത്താത്ത ടീമാണ്. എന്താ ചേച്ചി രാവിലെ തന്നെ തുടങ്ങിയ നിങ്ങള്? എടാ അതല്ല, രാവിലെ അവൾ എന്തിനാണ് അവിടെ ചെന്നിരിക്കണത്? ഇവിടെ എന്തോ ഒരു പണിയുണ്ടെന്ന് അറിയോ? അമ്മയ്ക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. എൻ്റെ ഫ്രണ്ട്സൊക്കെ അവിടെ പോയിരിക്കും, ഞാൻ മാത്രം വീട്ടിൽ. എനിക്കൊന്നും വയ്യ, ഞാൻ അങ്ങോട്ട് പോവാ. അമ്മ അവിടെ പോയിക്കോട്ടെ, അവള് മാത്രല്ലല്ലോ. എന്താന്ന് വെച്ചാൽ കാണിക്കങ്ങള് ആങ്ങളെയും പെങ്ങളും കൂടി. ഉണ്ണി, നീ അത് കാര്യമാക്കണ്ട. നിന്റെ അമ്മയ്ക്ക് വരാൻ പറ്റാത്തതിന്റെ ഒരു ഇതിലേ നിന്നോട് അങ്ങനെ പറയണാണ്. അമ്മയ്ക്ക് വന്നൂടെ പാപ്പ? അച്ഛൻ പറഞ്ഞതും ഇങ്ങനെ കേട്ടിട്ട് ഇരിക്കാൻ നിൽക്കണോ? അച്ഛൻ കുറച്ച് ഓവറാണ്. എല്ലാം കേട്ട് സഹിച്ച് ഇങ്ങനെ ഇരിക്കണമെന്നൊന്നും ആരും എവിടെയും പറഞ്ഞിട്ടൊന്നുമില്ല. ഭർത്താവാണെന്നുണ്ടെങ്കിൽ ഭർത്താവിൻ്റെ രീതിക്ക് നിൽക്കണം. ഇനിയിപ്പോൾ ഉത്സവത്തിൻ്റെ അന്ന് വരൂ, എന്നിട്ട് കുറച്ച് നേരം കണ്ടും പിന്നെയും വീട്ടിൽ തന്നെ പോകും. ഞാനൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ ഇട്ടെറിഞ്ഞ് പോയിട്ടുണ്ടാവും. എൻ്റെ അമ്മയ്ക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ സഹിച്ചൊതുങ്ങി നിൽക്കാൻ പറ്റുള്ളൂ. ആ, നീ പോയിട്ട് റെഡി ആയിട്ട് വാ. എൻ്റെ എല്ലാം കഴിഞ്ഞതാ, നമുക്ക് പോവാം. ഇതാ ബാലേട്ടനും ടീമ വരുന്നുണ്ട്. ഇതാരാ? ഉണ്ണിമോളോ? എന്താണ് ഈ വഴിക്കൊക്കെ? ഒന്ന് പോടാ ചെറുക്കൻ, ഞാൻ ഇന്നലെ വന്നായിരുന്നു. അപ്പം നിന്റെ കണ്ണിലെന്തായിരുന്നു? കുരു ഉണ്ടായിരുന്നു. ആ, ഉത്സവക്കായ മാത്രമേ ഇങ്ങോട്ടൊക്കെ കാണുള്ളൂ. അല്ലാടാ, ഞാൻ പിന്നെ എന്നും ഇവിടെ വന്നിങ്ങനെ ഇരിക്കുക. എന്തേ? ഡിഡി മിണ്ടായിരിക്കേ. നീ പാടാ. കൃഷ്ണേട്ടാ, നിങ്ങൾ ഇവിടെ വന്നിട്ട് കുറേ സമയമായ? ആ, മറ്റേ തുമ്പീനെ നന്ദനൊക്കെ കണ്ട? രാവിലെ ഇവിടെ ഉണ്ട്, ഞങ്ങളുടെ കൂടെ തന്നെയായിരുന്നു. ഇപ്പൊ അവർക്ക് എന്താ പ്രാക്ടീസ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. ഏട്ടാ പാപ്പ, ഞാനെന്നാ അങ്ങോട്ട് പോവാണേ. ഉണ്ണി, വീട്ടിൽ പോകുമ്പോ ഞങ്ങളോട് പറയണേ. ആ, ഓക്കെ. നന്ദു, നീ ഇത് എവിടെയായിരുന്നു? നേരത്തെ വരാന്നല്ലേ ഇന്നലെ പറഞ്ഞേ?
ഒന്നും പറയണ്ട, വീട്ടിൽ ഞാനും അമ്മയും കൂടെ ഒന്ന് രണ്ടും പറഞ്ഞു നിന്നതാ. എന്നിട്ട് അവിടെ തുമ്പി അവളതാ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോയി. പ്രാക്ടീസ് ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. കഴിഞ്ഞോ? ആ ഐശ്വര്യ എനിക്ക് ഇന്നും കാണാൻ പറ്റിയില്ല. സാരമില്ല, നാളെ ലൈവായിട്ട് കാണാം. ഹലോ, നിങ്ങളെന്താ ഇവിടെ? എന്താ ഇവിടെ വരാൻ പാടില്ലെന്നൊന്നും ഞാൻ കണ്ടില്ലല്ലോ. ആ നിങ്ങളെപ്പോ വന്നു? ഞാൻ വന്നിട്ട് കുറേ സമയമായി. നിങ്ങളെങ്ങനെ ഇതിൻ്റെ അകത്ത് കയറിയത്? നീ ഏത് വഴിയിലൂടെയാണോ വന്നേ? ഞാനും അതേ വഴിയിലൂടെയാ വന്നേ. ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനാ വന്നേ. ഓ, എന്നിട്ട് ചേഞ്ച് ചെയ്തോ? ആ നിങ്ങൾ വല്ലതും കണ്ടായിരുന്നോ? എന്ത്? ഒന്നുമില്ല. ഞാൻ ലോക്ക് ചെയ്തില്ലായിരുന്നോ ഈശ്വര? ഞാനൊന്നും കണ്ടില്ല, കാണാൻ പറ്റിയില്ല. അശ്ശേ, ഞാൻ ചുമ്മാ പറഞ്ഞതാ. ഞാൻ ഇപ്പോൾ വന്നതേ ഉള്ളൂ. ഓ എന്നാ ഞാൻ പോട്ടെ. ഏയ് പോവാതെ. എന്താ എന്നെ നന്ദ അവിടെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. അത് സാരമില്ല, ഉണ്ണിമോള് വന്നിട്ടുണ്ട്, അവളുമായിട്ട് സംസാരിച്ചിരിക്കുകയായിരിക്കും. നീ ഇപ്പം അവിടെ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. എന്തിനാ എൻ്റെ അടുത്തേക്ക് വരുന്നേ? നിനക്ക് എന്നെ ഇഷ്ടമല്ലേ? അല്ലല്ല. റിയലി? ഓ അങ്ങനെയാണല്ലേ. ബട്ട് എനിക്കിഷ്ടമാണ്. ആ മാറ്, എനിക്ക് പോണം. ആ നീ പോയിക്കോ, ബട്ട് എനിക്കുള്ള മറുപടി തന്നിട്ട് പോയിക്കോ. അതെ, ആരെയും ഇങ്ങോട്ട് കയറി വന്ന പ്രശ്നമാവും. ഹേയ്, ഇങ്ങോട്ട് ആരാനാ? ഞാൻ കുറെ സമയമായി ഇതിനുള്ളിൽ വന്നിട്ട്. എനിക്ക് പുറത്തു പോകണം. ഓക്കെ പോവാം, പക്ഷെ എനിക്കുള്ള മറുപടി തരണം. മറുപടി തരാതെ നീയോ ഞാനോ ഇവിടെ നിന്ന് പുറത്തു പോയില്ല. എനിക്ക് പ്ലീസ്, എനിക്ക് പോണം. അയ്യേ, കരയാൻ പോവാണോ? നീ കരഞ്ഞ ആരെയൊക്കെ കേട്ടിങ്ങോട്ട് വന്നാ പിന്നെ എന്നെ പറയരുത്. എനിക്ക് പോണം പ്ലീസ്. എനിക്കറിയാം നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന്. അതങ്ങ് പറഞ്ഞ പ്രശ്നം തീർന്നില്ലേ? ഇല്ല, എനിക്കിഷ്ടമില്ല. ആ എങ്കിൽ ഇവിടെ നിന്നോ. എനിക്കിഷ്ടമാ. ഐഷ്, ഫീല് പോരാ. എനിക്ക് ഇങ്ങനെയൊക്കെ പറയാൻ അറിയൂ. പറ്റും മുളത്തുമ്പി, നിന്നെ കൊണ്ടേ പറ്റൂ. ഉള്ളെന്ന് വരട്ടെ. അത് കേൾക്കുമ്പോൾ ഏട്ടനിങ്ങനെ കുളിര് പോരണം. പറ കേക്കട്ടെ. തമ്പുരേട്ടാ, എന്തോ? എനിക്ക് ഏട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. അത്ര കൊള്ളൂല്ല, എന്നാലും സാരമില്ല. അപ്പോൾ ഞാനൊരു ഗിഫ്റ്റ് തരട്ടെ? എന്ത് ഗിഫ്റ്റ്? എന്താ? ഉണ്ണി, ഒരുപാട് സമയമായില്ലേ, നമുക്ക് വീട്ടിൽ പോയാലോ? പാപ്പാ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വന്നാ പോരെ? അവര് വരാറായി. എനിക്ക് അവരെ വിളിക്കാൻ പോണം. പിന്നെ നിന്നെ അവിടെ ശ്രദ്ധിക്കാൻ ആളുണ്ടാവില്ല. എന്തിനാ എന്നെ അങ്ങനെ ശ്രദ്ധിക്കുന്നത്? ഞാൻ എന്താ കൊച്ചുകുട്ടിയാണോ? പിന്നെ ഇവിടെ അപ്പുവേട്ടനും കൃഷ്ണേട്ടനൊക്കെ ഇല്ലേ? ഒന്ന് പാറ അപ്പുവേട്ടാ. വേണ്ട വേണ്ട, മര്യാദക്ക് വീട്ടിൽ പോയിക്കോ. ഇവിടെ ആളുകൾ കൂടുക, അപ്പൊ തിരക്കും കൂടും. ഞങ്ങൾക്ക് നിന്നെ ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് വരില്ല. പോടാ ദുഷ്ട. നന്ദു തുമ്പി, ഞാൻ ഇനി രാത്രി എങ്ങാനും വരാം. ശരി. കണ്ടോ പാപ്പ, നന്ദുവിനും തുമ്പിക്കൊക്കെ എപ്പോഴും ഇവിടെ പാറി പറഞ്ഞ് നടക്കും. എൻ്റെ പുറകെ മാത്രമേ ഉള്ളൂ ഈ പട്ടാളം പോലീസൊക്കെ. എടി, ഞാൻ അവരെ കൂട്ടി വരട്ടെ, അപ്പൊ മീനും ഉണ്ടാവില്ല നിനക്ക് കൂട്ടിന്. പോ അവിടുന്ന്. ചേച്ചി. അമ്മായി, എന്താ ഉണ്ണിമോളെ, നീ ഒന്നും കഴിക്കുന്നില്ലേ? അത് മെലിഞ്ഞുണങ്ങിപ്പോയല്ലോ. എൻ്റെ പൊന്നമ്മായി, എന്ന് വരുമ്പോൾ ഇതന്നെയല്ലേ പറഞ്ഞ, ഒന്ന് മാറ്റി പിടിക്ക്. മീനു, ഉണ്ണി, എൻ്റെ അമ്മ പറഞ്ഞതിലും കാര്യമുണ്ട്. നീ മെലിഞ്ഞു പോയി, പക്ഷേ ഇതാണ് ഗ്ലാമർ. അമ്മായി, തമ്പുരുവേട്ടനെ കണ്ടില്ലല്ലോ. അവൻ ഉത്സവപ്പറമ്പിൽ കാണും. മോളിരിക്കി, അമ്മായി ചായ എടുക്കാം. ബാരാ, നീ ഉത്സവപ്പറമ്പിലോട്ടാണെങ്കിലേ ആ ചെക്കനെ കണ്ട ഒന്ന് ഇങ്ങോട്ട് വരാൻ പറ. അവൻ്റെ ഫോണിലേക്കാണ് വിളിച്ചിട്ട് എടുക്കണമില്ല. ചേച്ചിയെ കണ്ടിട്ടില്ല അവരെന്താ വിചാരിക്കുക? വന്നിട്ട് ഇങ്ങോട്ട് വന്നു നോക്കിയില്ലെന്ന് വിചാരിക്കൂലേ? അങ്ങനെ ഒന്നുമില്ല ചേച്ചി, അവൻ അവിടെ തിരക്കല്ലേ. അതിപ്പോൾ എല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാവോ? എന്തായാലും അവനെ കണ്ട ഇങ്ങോട്ട് വരാൻ പറയും. കൊച്ചുമാമൻ എങ്ങോട്ട് പോവാൻ വേണ്ടി റെഡിയാവുമെന്ന് തോന്നുന്നു. അതെ, ഞാൻ ഉത്സവപ്പറമ്പിലോട്ടാ. അപ്പം ഞങ്ങളെപ്പോഴാണ് കൊണ്ടുപോകുന്നേ? ഫുഡൊക്കെ കഴിച്ചിട്ട് റെഡി ആയിട്ട് നിന്നോ, ഞാൻ വന്ന് കൊണ്ടുപോയിക്കോളാം. ഇപ്പം എനിക്ക് കുറച്ച് പണിയുണ്ട്, അതാ നിങ്ങളെ കൊണ്ടുപോകാത്തെ. ചുമ്മാ പറയാടി മീനു, അവിടെ എവിടെയും തെക്കും വടക്കും നോക്കി നടക്കും. അതാ പാപ്പൻ്റെ വല്ലാത്ത പണി. ഡീഡി. ഷൈലേ, എവിടെ തമ്പുരു? അവനെ കണ്ടില്ലല്ലോ. അവനിന്ന് വെളുപ്പിനേ പോയതാ, പിന്നെ ഈ പരിസരത്ത് വന്നിട്ടേ ഇല്ല.
അറിയാലോ അവൻ്റെ കാര്യം. ഉത്സവം അങ്ങോട്ടായ പിന്നെ ഓന് ഫുള്ള് അവിടെ തന്നെയാണ്. അമ്മായി, തമ്പുരുച്ചേട്ടൻ ഇനി എപ്പോഴാണ് ഇങ്ങോട്ടൊക്കെ വരുന്നത്? അറിയില്ല മോളെ, അമ്മായിനോടൊന്നും പറയാറില്ല എപ്പോഴാണ് വരുന്നേ പോകുന്നതെന്നൊന്നും. വരുമായിരിക്കും വൈകുന്നേരം, ഒന്ന് കുളിച്ച് മാറ്റിയിട്ടൊക്കെ പോവാനേ. അമ്മ, ഏട്ടൻ വരുന്നുണ്ട്. അമ്മായി എപ്പോൾ എത്തി? ഞങ്ങൾ വന്നിട്ട് കുറേ സമയമായടാ. നീ ഇതെവിടായിരുന്നു തമ്പുരു? ഉത്സവമൊക്കെ അല്ലേ അമ്മായി, തിരക്കി പെട്ടുപോയി. തമ്പുരു ചേട്ടാ. ആ മീനു, സുഖാണോ? എനിക്ക് സുഖമുണ്ട്. തമ്പുരു ചേട്ടന് സുഖമാണോ? ആ, നിന്റെ പഠിത്തമൊക്കെ എങ്ങനെ പോണ്? ഫൈൻ. അമ്മായി, ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. ഇവിടുന്ന് രാവിലെ പോയതാ. എന്താ മീനു? ഞാൻ ചുമ്മാ തമ്പുരു ചേട്ടൻ്റെ കുലി കഴിഞ്ഞു എന്ന് നോക്കാൻ വന്നതാ. ആ, നീ താഴോട്ട് ചെല്ല്, ഞാൻ വന്നോളാം. ശരി. ആ, നിങ്ങൾ വിട്ടില്ലേ? ഏതായാലും ഒരുമിച്ച് പോകാന്ന് വിചാരിച്ച്. വന്നോ? നീ ഇരിക്കേ, ഞാൻ കാപ്പി എടുക്കാം. എന്നടാ കുടി. അമ്മ, പാപ്പ വന്നില്ലല്ലോ? ഇല്ലടാ. തമ്പുരു ചേട്ടന് ഞാനൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ദിസ് ഇസ് ഫോർ യു. ഇതെന്താ? ദിസ് ഇസ് ബാഗി. ബാഗാ? അപ്പൊ ഇതെങ്ങനെ ഇടണത്? കാലിലൂടെയാണ് ഇടുന്നേ? അയ്യോ കൃഷ്ണ ചേട്ടാ, ദിസ് ഇസ് നോട്ട് ബാഗ്. ഇത് ബാഗി പാൻ്റ് ആണ്. ഓ, പാൻ്റ് ആയിരുന്നു. അല്ല, അതിനിവൻ പാൻ്റ് ഇടാറില്ലല്ലോ. ഓ, ബട്ട് ഇനി അങ്ങോട്ട് ഇടാമല്ലോ. മീനു, എനിക്കിത് വേണ്ട. ഞാൻ മുണ്ട എടുക്കുമെന്ന് നിനക്ക് അറിയാലോ. ഇത് വാങ്ങാൻ പോയപ്പോഴേ ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞതാ, അവൻ മുണ്ട് മാത്രമേ എടുക്കുള്ളൂ എന്ന്. ഇഫ് യു ഡോണ്ട് മൈൻഡ്, തമ്പുരു ചേട്ടന് മുണ്ട് മാറ്റി പാൻറ് ചൂസ് ആക്കി കൂടെ? ഈ മുണ്ട് വെരി കൺട്രി ലുക്കാ. മോളെ, അവനത് ഇഷ്ടമല്ലാഞ്ഞിട്ടല്ലേ? അമ്മായി, പാൻറ്റാണോ അതോ ഇത് കൊണ്ടുവന്ന പേഴ്സണെയാണോ ഇഷ്ടമല്ലാത്തത്? മോളെ, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? യു ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ് അമ്മായി. ഞാൻ തമ്പുരു ചേട്ടനെ ഒരുപാട് കോൾ ചെയ്തായിരുന്നു. ആദ്യമൊക്കെ എക്സ്ക്യൂസസ് പറയും, ദെൻ കോൾ പോലും എടുക്കുന്നില്ല, മെസ്സേജസും സെൻഡ് ചെയ്യില്ല. മീനു, മിണ്ടാതിരി. അമ്മ, ദിസ് ഇസ് നോട്ട് യുവർ ബിസിനസ്. ഐ വാണ്ട് ടു ടോക്ക് അമ്മായി. തമ്പുരു, നീ എന്താ അവൾ വിളിച്ചിട്ട് കോൾ എടുക്കാത്തേ? ഞാൻ ആദ്യമേ പറഞ്ഞതാണമ്മ, എനിക്കിങ്ങനെ പ്രേമിച്ച് നടക്കാനും സല്ലപിക്കാനൊന്നും കഴിയില്ല എന്ന്. എല്ലാവരോടും പറഞ്ഞതല്ലേ, പിന്നെ ഞാൻ അവളോടും പറഞ്ഞതാ. അല്ലാന്നുണ്ടെങ്കിൽ അവള് പറയട്ടെ. യെസ്, തമ്പുരു ചേട്ടൻ പറഞ്ഞു. Then what? സോറി തമ്പുരു ചേട്ടാ. മീരു, വാ നമുക്ക് കുപ്പിവള വാങ്ങാം. അയ്യോ എനിക്ക് വേണ്ട, ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ് തിങ്. നന്ദു, തുമ്പി, ആഹാ വന്നോ? ചേട്ടാ, ഞങ്ങൾക്ക് ഐസ്ക്രീം വാങ്ങിത്തരുമോ? ഇതാരാ? ഓ, മറന്നു. നന്ദു, തുമ്പി, ഇതാണ് എൻ്റെ കസിന് മീനു. ഞാൻ പറഞ്ഞില്ലായിരുന്നോ? മീനു, ഇത് നന്ദു, ഇത് തുമ്പി. ഹായ്, നിൻ്റെ ഫ്രണ്ട്സ് ആണോ? ആ, ഇപ്പം എൻ്റെ ഫ്രണ്ട്സാ. എടി, ഇവിടെ ഡാൻസ് ചെയ്യുന്നത് ഇവരാ. ഓ, ഡാൻസേഴ്സ് ആണോ? അല്ല, ഇവള് മലയാളിയല്ലേ? അല്ല, അമേരിക്കക്കാരിയാ. ഓ, ചുമ്മാതല്ല, മലയാളം കേൾക്കാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഇതാ ക്യാഷ്, എന്താന്ന് വെച്ചാൽ വാങ്ങിക്കോ 4 പേരും. ഉണ്ണി, തമ്പുരിച്ചിട്ടാണ് എന്തിനാ കണ്ട പുറംപോക്ക് ഗേൾസിനൊക്കെ വാങ്ങിക്കൊടുക്കാൻ നിൽക്കുന്നത്? ദമീനു, നിനക്ക് എങ്ങനെ ഇത്രയും തരം താഴ്ന്ന് സംസാരിക്കാൻ വേണ്ടി സാധിക്കുന്നത്? നീ ഇപ്പോൾ പറഞ്ഞുണ്ടല്ലോ, ഏട്ടൻ കേട്ടിട്ടുണ്ടെങ്കിലേ ഇതൊന്നും ആയിരിക്കില്ല. നീ ഉണ്ടല്ലോ തമ്പുരിച്ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കരുതേ. നിങ്ങൾ രണ്ടും കൂടെ എൻ്റെ സ്വകാര്യം പറയുന്നേ ഞങ്ങൾ കേട്ടൂടെ? ഹേയ്, അങ്ങനെയൊന്നുമില്ല. எதை நான் கேட்பின் அங்கனமார் மௌலி மணி திங்களாசே சாருஷீலே நாகவல்லி மனோன்மணி
രാമനാഥൻ തേടും ബാലേ മാണിക്യവാസകർ മൊഴികൾ നൽകി ദേവി മാണിക്യവാസകർ മൊഴികൾ നൽകി ദേവി ഇളങ്കോവടികൾ ചീലമ്പൂ നൽകി തമിഴകമാകെയും ശൃംഗാരറാണിനി പഴമുതിർ കൊഞ്ചലിൽ ചോലയായി ഉന്നോട് നെഞ്ചം ഉറവാടും വേളை കണ്ണീർ കമലം താനാ. ഓ മോളെ, ഒരു രക്ഷയില്ല, അടിപൊളിയായിട്ട് ചെയ്തു. താങ്ക് യു മോളെ, നന്നായിരുന്നു കേട്ടോ. താങ്ക് യു അമ്മ. മുത്തേ തുമ്പി അടിപൊളിയായിരുന്നു. താങ്ക് യു ഡി. ഞാനേ ഈ വേഷമൊക്കെ ഒന്ന് മാറിയിട്ട് വരാം, എനിക്ക് നല്ല ഇറിറ്റേഷൻ ഉണ്ട്. ആ ശരിയാ, നീ ചെന്ന് ചേഞ്ച് ചെയ്തിട്ട് വാ. എൻ്റെ ഡാൻസർ തുമ്പി. എന്തിനാ ഇങ്ങോട്ടിങ്ങനെ വരുന്നേ? പിന്നെ എൻ്റെ പെണ്ണ് ഇത്ര അടിപൊളിയായിട്ട് ഡാൻസ് ചെയ്തിട്ട് ഒന്ന് പ്രശംസിക്കാതെ പോകുന്ന എങ്ങനെയാ? അവിടെ പുറത്ത് വെച്ച് തന്നെ എല്ലാവരും പ്രശംസിച്ചായിരുന്നല്ലോ. അപ്പൊ നിങ്ങളുടെ വായിൽ എന്താ അപ്പം തന്നെയായിരുന്നു? ആഹാ, എടി ഭയങ്കരി, നിനക്ക് നന്നായിട്ട് സംസാരിക്കാൻ അറിയാലോ. പിന്നെ എന്താ കരുതിയേ? അപ്പൊ എങ്ങനെയാ മോളെ തുമ്പി? ഏട്ടൻ പ്രശംസിക്കട്ടെ? വേണ്ട തമ്പുരേട്ട, പലനാൾ കള്ളൻ ഒരു നാൾ പിടിയെന്ന് കേട്ടിട്ടുണ്ടോ? ആ, കേട്ടിട്ടുണ്ട്. എന്ത്? ആരെയിലൊക്കെ കണ്ടുവരുമെന്ന്. ഏയ്, ഇങ്ങോട്ട് ആര് വരാനാ? ഒന്ന് അടങ്ങി ഒതുങ്ങി നിൽക്കെന്റെ തുമ്പി. എപ്പോഴും ഇങ്ങനെ പാറി പറന്ന ഇങ്ങനെയാ ശരിയാവുന്നെ? തമ്പുരേട്ട വേണ്ട. ഡി തുമ്പി, തമ്പുരേട്ട, വാട്ട് ഈസ് ദിസ്? ഇവരാരാ തമ്പുരേട്ടന്റെ? ഓ മീനു, വേണ്ട, എന്നെ കൺവിൻസ് ചെയ്യാൻ നോക്കണ്ട. എനിക്കെല്ലാം മനസ്സിലായി. എന്തിനു വേണ്ടിയാ എന്നോടിങ്ങനെ? മീനു നിക്കി, ഞാൻ പറയുന്നത് കേൾക്ക്. I don't want to hear anything. You cheat. തമ്പുരു, എന്താടാ ഇതൊക്കെ? പാപ്പ, ഞാൻ ഇവളെ ഇഷ്ടത്തില്ല. എനിക്ക് ഇവളെ കല്യാണം കഴിക്കണം. അപ്പോൾ ഞാൻ ആരാ തമ്പുരേട്ടന്റെ? അമ്മായി ആരെങ്കിലും പറഞ്ഞതാ ഞാൻ ആരാ? എനിക്ക് തമ്പുരേട്ടന്റെ ലൈഫിലുള്ള സ്ഥാനം എന്തെന്ന് പറഞ്ഞു തരാമോ അമ്മായി? ഞാൻ എന്തിനാ ഇത്രയും കാലം അത് പറഞ്ഞിട്ടാരെങ്കിലും? മീനു, നീ എന്നെ മനസ്സിലാക്കണം. എനിക്ക് പണ്ട് പറഞ്ഞ കാര്യം തന്നെയാ ഇപ്പോഴും പറയാനുള്ളത്. എനിക്ക് നിന്നെ ഒരിക്കലും എൻ്റെ ഗേൾ ഫ്രണ്ടായിട്ടോ ഭാര്യയായിട്ടോ ഒന്നും കാണാൻ കഴിയില്ല. എൻ്റെ പെങ്ങളായിട്ടോ ഞാൻ നിന്നെ കണ്ടിട്ടുള്ളൂ. എരണം കേട്ടവളെ, എന്റെ കുട്ടിയുടെ ലൈഫ് വെച്ചാ നീ ഇപ്പൊ കളിക്കുന്നേ. അയ്യോ, ഞാൻ അറിഞ്ഞുകൊണ്ടൊന്നും സോറി, ഞാൻ സത്യമായിട്ടൊന്നും അറിഞ്ഞിട്ടില്ല. നിർത്തടി, അവളുടെ ഒരു നാടകം. പാപ്പ, മീനുവിന്റെ ജീവിതം കാലം തൊലച്ച നായെ അറുത്ത് തള്ളുഞ്ഞ. എന്തിനു വേണ്ടിയായിരുന്നു ആ പാവത്തിനെ ഇങ്ങനെ? തുമ്പി, ഞാൻ വേണ്ട, ഇനി നിനക്ക് ഒരുപാട് ന്യായീകരണങ്ങൾ പറയാനുണ്ടാവും അല്ലേ? ആരും ഇത് വിശ്വസിക്കരുത്. ഇവര് രണ്ടുപേരും ചേർന്നുള്ള നാടകം ഇത്. ഇയാളിതിപ്പോ എവിടുന്ന് പൊന്തി? ഇവളൊക്കെ കണ്ടാലേ അറിയാം പോക്ക് കേസാണെന്ന്. അച്ഛാ, ഒന്ന് നിർത്ത്. എന്തിന്റെ പേരിലാ നിങ്ങൾ അവളെ ഇങ്ങനെ വഴക്കറിയുന്നേ? മകനെ ഇഷ്ടപ്പെട്ടു എന്നതിന്റെ പേരിലോ? നിങ്ങളോടൊക്കെ ഒരു 100 തവണ പറഞ്ഞതല്ലേ ഏട്ടൻ ഈ ബന്ധത്തിന് സമ്മതമില്ലെന്ന്? എന്നിട്ട് അടിച്ചേൽപ്പിച്ചു. എനിക്ക് അമ്മ എന്താ പറഞ്ഞേ? കുറെ നാൾ കഴിയുമ്പോ ഇഷ്ടം വന്നോളൂന്ന്. ഇല്ലാത്ത ഇഷ്ടം എങ്ങനെയാ അമ്മ ഉണ്ടാവുന്നത്? എന്താ പാപ്പ, തമ്പുരിയെ കുറിച്ച് പറയുമ്പോ 100 നാവായിരുന്നല്ലോ പാപ്പന്. ഇപ്പൊ എന്താ ആ നാവൊന്നും കാണുന്നില്ലല്ലോ? അമ്മായി, ഇല്ലാത്ത സ്നേഹത്തെ ഉണ്ടാക്കാൻ ശ്രമിച്ചാലേ ഇത് എങ്ങനെ ഇരിക്കും? ഉണ്ണിമോളെ, മതി. അപ്പോട്ടാ, പിന്നെ എന്താ ചെയ്യണ്ടേ? ഇതൊക്കെ ഇങ്ങനെ കേട്ടിരിക്കണോ? എത്ര സമയമായി ഇവരെല്ലാം കൂടെ ഏട്ടനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എനിക്ക് ഇനിയും അങ്ങോട്ട് കേട്ടിരിക്കാൻ വയ്യ ഇതൊന്നും. മീനു, എന്നോട് ക്ഷമിക്ക്. ഞാനൊന്നും അറിഞ്ഞില്ലായിരുന്നു, അതുകൊണ്ടാ ഞാൻ. വേണ്ട തുമ്പി, തമ്പുരുകത്തെ സ്നേഹിച്ചത് നിന്നെയാണ്. നിന്റെ ഭാഗത്തോ ഏട്ടന്റെ ഭാഗത്തോ ഒരു തെറ്റും ഇല്ല. മോളെ മീനു, വേണ്ട മാമ, ഇവരാ ഒന്നിക്കേണ്ടത്. നിർബന്ധിച്ച് കല്യാണം കഴിച്ചാലും തമ്പുരുവേട്ടന് എന്നെ ഭാര്യയായി കാണാൻ സാധിക്കില്ല. നമ്മളിതൊന്നും ചിന്തിച്ചേ ഇല്ല, സ്വാർത്ഥത കാണിച്ചു. മാമന്മാരെ
നമ്മളിവരുടെ കല്യാണം നടത്തി കൊടുക്കാം. എനിക്ക് ഏട്ടൻ്റെ കല്യാണം കാണണം. മോളെ, അമ്മായി, എനിക്ക് വിഷമമൊന്നുമില്ല, ഉണ്ടായിരുന്നു. ബട്ട് നൗ ഐ റിയലൈസ് ദാറ്റ് നമ്മുടെ ഭാഗത്താണ് മിസ്റ്റേക്ക്. സോ ഇവരാണ് ഒന്നിക്കേണ്ടത്. ലവ് ചെയ്യുന്നവരല്ലേ ഒന്നിക്കേണ്ടത്. മീനു, നിന്നോട് എങ്ങനെയാ നന്ദി പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇവൾക്ക് ഈ ഭൂമിയിൽ ഞാനെന്ന കൂട്ടുകാരി അല്ലാതെ വേറൊരു പുൽക്കൊടി പോലും ഇല്ല. അവിടെ ശമിക്കരുത്. നെവർ. എനിക്കിപ്പോൾ എല്ലാം മനസ്സിലായി. കുറച്ച് സ്വാർത്ഥത ഉണ്ടായിരുന്നു, എന്നാൽ ഇപ്പോൾ ഇല്ല. മധുരൈ മടിയിനിൽ രാധ രഹസ്യ, മധുരൈ മടിയിനിൽ രാധ രഹസ്യ, കാതൽ കണ്ണനിൽ രാധ